Hi all, welcome to my channel. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലെ 4.2 എന്ന് പറഞ്ഞ യൂണിറ്റിലെ ലാസ്റ്റ് പോർഷനാണ് പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ഇതിൻ്റെ ഇൻട്രഡക്ഷൻ പാർട്ടും അബിനീഷ്യോ മെത്തേഡ്സിനെ പറ്റിയുള്ള ഇൻട്രഡക്ഷനും അതേപോലെ ഹാർട്രി ഫോക്ക് മെത്തേഡ്സിനെ പറ്റി ഇൻട്രഡക്ഷനും അതുകൂടാതെ ബേസിസ് സെറ്റുകളെ പറ്റിയുള്ള ഒരു ക്ലാസ്സും നമ്മൾ എടുത്തിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് ആണ്. ഈ പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോണിക് കോറിലേഷൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്, മോളർ പ്ലസ് സെറ്റ് പെർട്ടുർബേഷൻ തിയറി എന്താണെന്ന് പഠിക്കാനുണ്ട്, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്, ആൻഡ് കപ്പിൾ ക്ലസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ സെമി എംപിരിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ മാത്രമേ, സിലബസ് പ്രകാരം നമുക്ക് ഇൻട്രഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെപ്പറ്റി. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബേസിക് സെറ്റുകളൊന്നും പോയതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് അവരുടെ ഇൻട്രഡക്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ വളരെ മിനിമം ഡാറ്റയിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഇവിടെ. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് ഈ അപ്രോക്സിമേഷൻ മെത്തേഡ്സിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കൂടാതെ നമ്മൾ എന്തുമാത്രം അപ്രോക്സിമേഷൻ ഇപ്പം നടത്തിയെന്ന് നമുക്ക് നോക്കാം. ഈ അപ്രോക്സിമേഷൻ മെത്തേഡ് നമുക്ക് 2 എണ്ണമാണ് നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. അതിൽ ഒരെണ്ണമാണ് വേരിയേഷൻ മെത്തേഡ്. വേരിയേഷൻ മെത്തേഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിനകത്ത് തന്നെ നമുക്കറിയാം, നമ്മളൊരു ട്രയൽ ഫംഗ്ഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, അത് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. നമ്മൾ പല ട്രയൽ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നു. ലീസ്റ്റ് എനർജി തരുന്ന ട്രയൽ ഫംഗ്ഷൻ ഏതാണോ അതിനെ വേവ് ഫംഗ്ഷൻ ആയിട്ട് സെലക്ട് ചെയ്യുന്നു. അതാണ് വേരിയേഷൻ മെത്തേഡ്. അതിൻ്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ വേരിയേഷൻ മെത്തേഡിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഹാർട്രീസ് മെത്തേഡ്, ഹാർട്രി ഫോക്ക് മെത്തേഡ്, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ എക്സെട്ര. ദെൻ പെർട്ടുർബേഷൻ മെത്തേഡ് രണ്ടാമത്തത്. പെർട്ടുർബേഷൻ തിയറിയിൽ നമുക്ക് അവിടെ പറയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പെർട്ടുർബിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ കൊണ്ടുണ്ടായ ഡിഫറൻസ് ഇൻ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എനർജിയാണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന മോളർ പ്ലസ് പെർട്ടുർബേഷൻ തിയറി എൻ്റെ എക്സാമ്പിൾ ആണ്. അത് പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ മെത്തേഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പേര് നമ്മൾ പറഞ്ഞിരുന്നു പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഹാർട്രി ഫോക്ക് മെത്തേഡ് കഴിഞ്ഞ് വരുന്ന മെത്തേഡ്സ് ആണ്. അപ്പോൾ ഹാർട്രി ഫോക്ക് മെത്തേഡ് കഴിഞ്ഞ് പുതിയ മെത്തേഡ്സ് വരണമെങ്കിൽ അതിന് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് എന്തെങ്കിലും ഡ്രോബാക്ക് ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത് മോഡിഫൈഡ് ആയി പുതിയ മെത്തേഡ് വരുന്നത്. അപ്പോൾ എന്താണ് ഹാർട്രി ഫോക്ക് മെത്തേഡിൻ്റെ ഡ്രോബാക്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രോബാക്സ് പറയുമ്പോൾ ആദ്യത്തെ കാര്യം, it is based on self-consistent field theory and therefore considers average interaction of electrons only. It does not consider instantaneous interaction of electrons. നമ്മുടെ ഹാർട്രി ഫോക്ക് മെത്തേഡ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, അത് ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ഇൻട്രാക്ഷൻ്റെ ആവറേജ് എടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല ഇൻസ്റ്റന്റേനിയസ് ഇൻട്രാക്ഷൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ട്രൂ എനർജിയേക്കാൾ നമ്മൾ ഹാർട്രി ഫോക്ക് മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജി ശരിക്കുള്ള ട്രൂ എനർജിയേക്കാൾ കൂടുതലായിരിക്കും. ആ ഒരു ലിമിറ്റ് നമ്മളൊരു പേര് പറയും, ഹാർട്രി ഫോക്ക് ലിമിറ്റ് എന്ന് പറയും. ഈ ഹാർട്രി ഫോക്ക് ലിമിറ്റ് തന്നെ ഒരു ഇററാണ്. കാരണം നമുക്ക് കിട്ടേണ്ട എനർജി, ട്രൂ എനർജി 75 വന്ന് കൂട്ടിക്കോ, 75 യൂണിറ്റ്സ് വന്ന് കൂട്ടിക്കോ. നമ്മൾ ഹാർട്രി ഫോക്ക് മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എനർജി ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 75 യൂണിറ്റ്സ്. അപ്പോൾ എന്തുകൊണ്ടും അവിടെ എന്തുണ്ട്, ഒരു ഇറർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇറർ വരാനുള്ള ഒരു കാരണം നമുക്കറിയാം. ഇവിടെ തൊട്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഇൻസ്റ്റന്റേനിയസ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഓൾസോ ഇറ്റ് കൺസിഡേഴ്സ് ആവറേജ് ഇൻട്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഒരു ടോട്ടൽ ഇലക്ട്രോൺസിൻ്റെ ഇൻട്രാക്ഷൻ്റെ ആവറേജ് മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട് ആണ് നമുക്ക് ഈ പ്രശ്നം ഇവിടെ വരുന്നത്. സോ അതിവിടെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ദിസ് ഇസ് ബിക്കോസ് കോറിലേഷൻ എനർജി ഈസ് നോട്ട് ഇൻക്ലൂഡഡ്. കാരണം ഇലക്ട്രോണിക് കോറിലേഷൻ ഈ മെത്തേഡ് കൺസിഡർ ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം ഇൻസ്റ്റന്റേനിയസ് ഇൻട്രാക്ഷൻസ് ഒന്നും ഇത് കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കോറിലേഷൻ എനർജി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഇല്ല. ഈ ഹാർട്രി ഫോക്കിലാണുള്ളൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലിമിറ്റ്, ഹാർട്രി ഫോക്ക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കുറച്ച് ഇറർ ഉള്ളൊരു വാല്യൂ മാത്രമേ നമുക്ക് എങ്ങനെ ചെയ്താലും കിട്ടുള്ളൂ. സോ നമുക്കിനി പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Post Hartree Fock methods are a set of methods developed to improve on Hartree Fock methods. They add electron correlations, which are more accurate way of including the repulsion between electrons in the Hartree Fock methods, where repulsions are only averaged. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ പാരഗ്രാഫ് ഞാൻ നേരത്തെ 2-3 സ്ലൈഡുകൾ പറയുന്ന കാര്യമാണ്. ഹാർട്രി ഫോക്ക് മെത്തേഡിൽ ഇലക്ട്രോണിന്റെ ഇൻസ്റ്റന്റേനിയസ് ഇൻട്രാക്ഷൻസ്, പ്രത്യേകിച്ച് റിപ്പൾഷൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോസ്റ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സിൽ അതുപോലെ റിപ്പൾഷൻ, എക്സ്ചേഞ്ച്, അതുപോലെ എല്ലാ പാരാമീറ്റേഴ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഇലക്ട്രോണിക് കോറിലേഷൻസിനെ പറ്റി ഒന്ന് നോക്കാം. കാരണം ഞാനിപ്പോൾ പലപ്പോഴായി ഇലക്ട്രോണിക് കോറിലേഷൻ എന്ന് പറയുന്നുണ്ട്. ഇനി അത് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇലക്ട്രോണിക് ഇൻട്രാക്ഷൻസ് ഇൻ എ സിസ്റ്റം.
ഒരു സിസ്റ്റത്തിലുള്ള ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇന്ററാക്ഷൻസിനാണ് നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോണിക് കോറിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ പറയുന്ന സെക്കൻഡ് സെമസ്റ്ററിന്റെ പ്രാക്ടിക്കലിന്റെ കൂടെ വരുന്ന സമയത്ത് ഫയർഫ്ലൈ അല്ലെങ്കിൽ ഗ്യാമസ് പഠിക്കാനുണ്ട്. അവിടെ കോറിലേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, ഇൻക്ലൂഡിംഗ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് മോളിക്യൂൾ. അപ്പോൾ നമുക്കിത് അന്നേരം പ്രാക്ടിക്കലിനും വരുന്നതാണ്, തിയറിക്ക് നമുക്കുണ്ട്, പ്രാക്ടിക്കലിനും വരുന്നതാണ്. So correlation energy is defined as the difference between exact energy and the Hartree-Fock energy. Hartree-Fock മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എനർജി കിട്ടും. അതാണ് നമ്മുടെ ഹാർട്രി-ഫോക്ക് എനർജി. അത് എവിടം വരെ വരുള്ളൂ? ഹാർട്രി-ഫോക്ക് ലിമിറ്റ് വരെ വരുള്ളൂ. ഒരിക്കലും എക്സാക്ട് എനർജിയോട് ഈക്വൽ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ എക്സാക്ട് എനർജി. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ പറയുന്ന എക്സാക്ട് എനർജിയും ഹാർട്രി-ഫോക്ക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്? നമ്മുടെ കോറിലേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു കോറിലേഷൻ എനർജിയാണ് ഹാർട്രി-ഫോക്ക് മെത്തേഡിനെ മോഡിഫൈ ചെയ്ത് പോസ്റ്റ് ഹാർട്രി-ഫോക്ക് മെത്തേഡ്സ് കൊണ്ടുവരാൻ നമ്മൾ നിർബന്ധിക്കുന്നത്. കാരണം ഹാർട്രി-ഫോക്കിന് ആക്യുറസി കുറച്ച് കുറവായതുകൊണ്ട്. അപ്പം ഇനി അടുത്ത കാര്യം, കോറിലേഷൻ എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സാക്ട് എനർജി ആൻഡ് ഹാർട്രി-ഫോക്ക് എനർജി. എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ദ എക്സാക്ട് എനർജി എന്ന് പറയുന്നത് ഹാർട്രി-ഫോക്ക് എനർജിയെക്കാളും എപ്പോഴും കുറവാണ്. കാരണം ഹാർട്രി-ഫോക്ക് ലിമിറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ എക്സാക്ട് എനർജി. അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സാക്ട് എനർജി ആൻഡ് ഹാർട്രി-ഫോക്ക് എനർജി നെഗറ്റീവ് ആയിരിക്കണം. ബിക്കോസ് എക്സാക്ട് എനർജി മൈനസ് ഹാർട്രി-ഫോക്ക് എനർജി, ദാറ്റ് വിൽ ബി ലെസ് ദാൻ 0. ദ കോറിലേഷൻ എനർജി ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75 യൂണിറ്റ് ആണ് നമ്മുടെ എക്സാക്ട് എനർജി എന്നുണ്ടെങ്കിൽ ഹാർട്രി-ഫോക്ക് എനർജി എപ്പോഴും 75നേക്കാളും കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 76 എന്ന് നിങ്ങൾ അങ്ങോട്ട് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എക്സാക്ട് എനർജി മൈനസ് ഹാർട്രി-ഫോക്ക് എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. So the correlation energy is always negative. There are two components to the correlation energy. ആ കമ്പോണൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്പർ 1, dynamic correlation. Dynamic correlation is the energy associated with the electrons as they try to avoid one another. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനിടയ്ക്ക് അവർ പരസ്പരം കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ആ കൂട്ടിമുട്ടൽ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്ന സമയത്ത് വരുന്ന എനർജിയാണ് ഡൈനാമിക് കോറിലേഷൻ എനർജി. ആൻഡ് ഓൾസോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ബോണ്ട് ബ്രേക്കിംഗ് പ്രോസസ്. ബോണ്ട് ബ്രേക്കിംഗ് പ്രോസസ്സുകളിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ, ഇപ്പോൾ ഡൈനാമിക് കോറിലേഷൻ കഴിഞ്ഞു. അടുത്തത് സ്റ്റാറ്റിക് കോറിലേഷൻ. Static correlation arises from deficiencies in the single determinant wave function and is important in systems with stretched bonds and low-lying excited states. കേൾക്കുന്ന സമയത്തൊരു മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നും. പക്ഷെ കാര്യം സിമ്പിളാണ്. മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. നമുക്കറിയായിരിക്കുമല്ലോ, നമ്മൾ ഇതിന് മുൻപ് നമ്മൾ ഹാർട്രി-ഫോക്ക് മെത്തേഡ് പഠിച്ച സമയത്ത് അവിടെ ഒരു സ്ലേറ്റർ ഡിറ്റർമിനൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇലക്ട്രോൺസിനെ അല്ലെങ്കിൽ ഓർബിറ്റലിനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അത് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. സ്റ്റാറ്റിക് കോറിലേഷൻ അറൈസസ് ഫ്രം ഡെഫിഷ്യൻസീസ് ഇൻ ദ സിംഗിൾ ഡിറ്റർമിനന്റ് വേവ് ഫംഗ്ഷൻ. അതായത് ഹാർട്രി-ഫോക്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? സിംഗിൾ ഡിറ്റർമിനന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ആയിട്ടാണ് നമ്മുടെ വേവ് ഫംഗ്ഷനെ അല്ലെങ്കിൽ നമ്മുടെ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷേ ചില സ്റ്റേറ്റുകളിൽ ചില കണ്ടീഷൻസിൽ സിംഗിൾ ഡിറ്റർമിനന്റ് ആയിട്ട് ഒരു ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്താൽ അത് ഇൻകംപ്ലീറ്റ് ആയി പോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ലോ ലൈയിങ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിൽ വലിയൊരു എനർജി ഡിഫറൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ദർ ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ഓഫ് എക്സൈറ്റേഷൻ. വളരെ പെട്ടെന്ന് തന്നെ എക്സൈറ്റേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ദ ഓർബിറ്റൽ ഷുഡ് ബി റെപ്രസെൻറ്റഡ് നോട്ട് ബൈ എ സിംഗിൾ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ബട്ട് ബൈ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്ലേറ്റർ ഡിറ്റർമിനൻസ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യേണ്ട സ്റ്റേറ്റുകൾ വന്നാൽ, അങ്ങനത്തെ ഓർബിറ്റൽസ് വന്നാൽ അവിടെ വരുന്ന കോറിലേഷൻ എനർജിയാണ് സ്റ്റാറ്റിക് കോറിലേഷൻ, അല്ലെങ്കിൽ അവിടെ വരുന്ന കോറിലേഷനാണ് സ്റ്റാറ്റിക് കോറിലേഷൻ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഹാർട്രി-ഫോക്ക് മെത്തേഡിൽ നമ്മൾ ഒരു ഓർബിറ്റലിനെ, അറ്റോമിക് ഓർബിറ്റലിനെ ഒരു സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ലോ ലൈയിങ് എക്സൈറ്റഡ് സ്റ്റേറ്റോ അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ബോൺസോ വരുന്ന കണ്ടീഷനിൽ, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് പല കണ്ടീഷൻസിൽ ഒന്നിൽ കൂടുതൽ സ്ലേറ്റർ ഡിറ്റർമിനൻസ് വേണ്ടി വരും ഒരു ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. ഒന്നിൽ കൂടുതൽ സ്ലേറ്റർ ഡിറ്റർമിനൻസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ആ ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ഫംഗ്ഷൻ. അങ്ങനെ വരുന്ന കേസിൽ വരുന്ന കോറിലേഷനാണ് എന്ത്? സ്റ്റാറ്റിക് കോറിലേഷൻ. ഓക്കെ. Since in certain cases an electronic state can be well described only by a linear combination of more than one degenerate slater determinants. അത് ഈ പറയുന്ന സ്റ്റാറ്റിക് കോറിലേഷൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ചില കേസുകളിൽ ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ സ്ലേറ്റർ ഡിറ്റർമിനൻസ് വേണ്ടി വരും ഒരു ഇലക്ട്രോണിക് സ്റ്റേറ്റിനെ തന്നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി. അന്നേരം നമുക്ക് അവരുടെ ലീനിയർ കോമ്പിനേഷൻ എടുക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് വരുന്ന കോറിലേഷനാണ് സ്റ്റാറ്റിക് കോറിലേഷൻ. Then computing the correlation energy is the single most important problem in quantum chemistry.
കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാർട്രി ഫോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക് ആയിരുന്നു. അതിന് പോലും സാധിക്കാത്ത കാര്യങ്ങളാണ് ഇനി ഈ പറയുന്ന ടെക്നിക്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ദെയർഫോർ ഈ പറയുന്ന കോറിലേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ട്രൂ എനർജിയും ഹാർട്രി ഫോക്ക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് നമ്മുടെ ഹാർട്രി ഫോക്ക് മെത്തേഡിന് എന്തുമാത്രം തെറ്റ് പറ്റിയെന്ന് കണ്ടുപിടിച്ച് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി തെറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് കോറിലേഷൻ. സോ കമ്പ്യൂട്ടിംഗ് കോറിലേഷൻ എനർജി ഈസ് ദ സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ക്വാണ്ടം കെമിസ്ട്രി. നമ്പർ വൺ, മോളർ പ്ലസറ്റ് പെർട്രിബേഷൻ തിയറി. ആദ്യത്തെ കോറിലേഷൻ തിയറിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പെർട്രിബേഷൻ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ള ആളാണ്. ഇൻ മോളർ പ്ലസന്റ് പെർട്രിബേഷൻ തിയറി ദ ഹാമിൽട്ടോണിയൻ ഈസ് ഡിവൈഡഡ് ഇൻടു ടു പാർട്സ്. ടു പാർട്സ് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ പെർട്രിബേഷൻ തിയറി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഇക്വേഷൻ ആണ് എച്ച് ക്യാപ്പ് ഇസ് ഈക്വൽ ടു എച്ച് ക്യാപ്പ് 0 പ്ലസ് ലാംഡ വി. ഇവിടെ എച്ച് ക്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ ആണ്. ലാംഡ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൺപെർട്ടർബ്ഡ് ഹാമിൽട്ടോണിയൻ ആണ്. വി നമ്മുടെ പൊട്ടൻഷ്യലാണ്. ലാംഡ നമ്മുടെ പെർട്ടർബിംഗ് ടേം ആണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പറയുന്ന മോളർ പ്ലസന്റ് പെർട്രിബേഷൻ തിയറിയിലെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇവിടെ തന്നെ ദ പെർട്രിബേഷൻ ലാംഡ വി ഇസ് അസ്യൂം ടു ബി സ്മോൾ. അത് പെർട്രിബേഷൻ തിയറിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു സ്മോൾ പൊട്ടൻഷ്യൽ, ഒരു സ്മോൾ പെർട്ടർബിംഗ് പൊട്ടൻഷ്യൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പെർട്രിബേഷൻ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. The wave function and energy are then expanded as a power series in lambda. ഇതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പല സ്ഥലങ്ങളിലും ഈ ക്വാണ്ടം മെക്കാനിക്സിലും കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലും നമ്മൾ ഒരുപാട് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ നമ്മൾ ഈ പറയുന്ന പവർ സീരീസിലായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അത് എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ വേവ് ഫംഗ്ഷനെയും അതുപോലെ എനർജിയെയും രണ്ടിനെയും നമ്മൾ ഇൻ ടേംസ് ഓഫ് ലാംഡ ഒരു പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. സൈ ലാംഡ ദറ്റ് മീൻസ് വേവ് ഫംഗ്ഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു സൈ 0 അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ പ്ലസ് അല്ലെങ്കിൽ ട്രൂ വേവ് ഫംഗ്ഷൻ പ്ലസ് ലാംഡ സൈ 1 പ്ലസ് ലാംഡ സ്ക്വയർ സൈ 2 പ്ലസ് എക്സെട്ര ലാംഡ റേസ് ടു n സൈ n. അതേപോലെ എനർജി ഇ ലാംഡ ഈസ് ഈക്വൽ ടു E0 പ്ലസ് ലാംഡ E1 പ്ലസ് ലാംഡ സ്ക്വയർ E2 പ്ലസ് എക്സെട്ര ലാംഡ റേസ് ടു n En. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേവ് ഫംഗ്ഷനെയും എനർജിയെയും ലാംഡയുടെ ടേംസിലുള്ള ഒരു പവർ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്വേഷൻസ് നമ്മൾ ഓർത്ത് വെക്കണം. അത് എന്താണെന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത് പഠിക്കാനുണ്ട്. കാരണം MP2 മെത്തേഡ്, MP3 മെത്തേഡ്, ഈ രണ്ട് മെത്തേഡ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് MP2. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഈ ഇക്വേഷൻ നമ്മളൊന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സൈ 0 ഇസ് ദ ഹാർട്രി ഫോക്ക് വേവ് ഫംഗ്ഷൻ. അതായത് സൈ 0 എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹാർട്രി ഫോക്ക് വേവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ E0 എന്തായിരിക്കും, ഹാർട്രി ഫോക്ക് എനർജി ആയിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈ 0 ഹാർട്രി ഫോക്ക് വേവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അത് അൺപെർട്ടർബ്ഡ് വേവ് ഫംഗ്ഷൻ അല്ല. പകരം എന്താണത്, നമ്മുടെ ഈ പറയുന്ന ഹാർട്രി ഫോക്ക് വേവ് ഫംഗ്ഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഹാർട്രി ഫോക്ക് മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്കൊരു വാല്യൂ ഓഫ് എനർജി കിട്ടി. ആ എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ ആണിത്. നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം കിട്ടിയ വേവ് ഫംഗ്ഷൻ ആണ്. അതിനെയാണ് നമ്മൾ ഇനി മോഡിഫൈ ചെയ്യാൻ പോകുന്നത്. Psi 0 is the Hartree Fock wave function, E0 is the Hartree Fock energy. MPN is obtained by truncating the expansion in order lambda raised to n. ഇവിടെ ട്രങ്കേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ടൻ ചെയ്യാന്നാണ്. MPN is obtained by truncating the expansion at the order lambda raised to n എന്ന് വെച്ചാൽ ഒന്നുകൂടി ഇങ്ങോട്ട് നോക്കുക. ഇവിടെ നമുക്ക് psi lambda is equal to psi 0 plus lambda psi 1 എന്ന് പറഞ്ഞ വലിയൊരു ഇക്വേഷൻ കിടപ്പുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഈ പറയുന്ന ലാംഡ 0 എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനെ നമ്മളങ്ങ് ട്രങ്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടം കൊണ്ട് നമ്മളങ്ങ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റിലേക്ക് വരുന്ന മുഴുവൻ ടേംസും നെഗ്ലക്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈ ലാംഡ ഈസ് ഈക്വൽ ടു സൈ 0 എന്ന് നമുക്ക് കിട്ടും. അത് പക്ഷെ എന്താണ്, ഈ പറയുന്ന ഹാർട്രി ഫോക്ക് വേവ് ഫംഗ്ഷൻ തന്നെയാണ്, വേറെ യാതൊന്നുമില്ല. ആ സ്ഥാനത്ത് നമ്മൾ ഈ പറയുന്ന ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ, ലാംഡ സൈ 1ലാണ് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, the new wave function that is equal to Hartree Fock wave function plus lambda psi 1 എന്ന് കിട്ടും. അത് ഒന്നുകൂടെ മോഡിഫൈഡ് ആണ്. ദെൻ നമ്മൾ ഇവിടെ നിന്നാണ് കട്ട് ചെയ്യുന്നതെങ്കിലോ, ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, psi 0 പ്ലസ് ലാംഡ psi 1 പ്ലസ് ലാംഡ സ്ക്വയർ psi 2. അപ്പോൾ ഇത്രയും കുറച്ചുകൂടി നമ്മുടെ വേവ് ഫംഗ്ഷൻ മോഡിഫൈഡ് ആയി. അതേപോലെ എനർജിയുടെ കേസിലും ഈ എനർജി നമ്മൾ E0 എന്ന് പറഞ്ഞ ടേമിൽ നമ്മൾ ഇവിടെ തന്നെ ട്രങ്കേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ലാംഡ ഈക്വൽ ടു E0 എന്ന് കിട്ടും. ദാറ്റ് ഈസ്
ദ എനർജി ഈസ് ഈക്വൽ ടു ഹാർട്രി ഫോക്ക് എനർജി. അതിനിപ്പം നമ്മൾ അവിടെ ഒരു പെർട്ടുർബേഷൻ തിയറിയും അപ്ലൈ ചെയ്തിട്ട് മോളർ പ്ലസന്റ് തിയറി നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എന്താ, ഈ ലാംഡ ഈസ് ഈക്വൽ ടു E0 ഹാർട്രി ഫോക്ക് എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലാംഡ E1 എന്ന് പറയുന്ന ടേം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്നാണ് നമ്മൾ ട്രങ്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, വി ഗെറ്റ് ഈ ലാംഡ ഈസ് ഈക്വൽ ടു E0 പ്ലസ് ലാംഡ E1. ദാറ്റ് മീൻസ് അവിടെ ഫസ്റ്റ് ഓർഡർ മോളർ പ്ലസന്റ് പെർട്ടുർബേഷൻ കൂടി അപ്ലൈ ചെയ്ത് നമ്മൾ പോയിട്ടുണ്ട്. ഓക്കെ, അത് ഒരു മോഡിഫൈഡ് എനർജിയാണ് നമുക്ക് കിട്ടുക. കാരണം എന്താ, E0 പ്ലസ് ലാംഡ E1 അല്ലേ ഈ പറയുന്ന ഈ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ അത് മോഡിഫൈഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഇവിടെ നോക്കാം. MPN is obtained by truncating the expansion order of lambda raised to n. The MP1 energy is same as the Hartree Fock energy. MP1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടം കൊണ്ട് അങ്ങ് ട്രങ്കേറ്റ് ചെയ്യും. അതായത് ഈ ലാംഡ ഈസ് ഈക്വൽ ടു E0 എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടം കൊണ്ട് ഇവിടുന്ന് ബാക്കി അങ്ങോട്ട് ഉണ്ടാവില്ല, ഇവിടം കൊണ്ട് നമ്മളൊക്കെ ട്രങ്കേറ്റ് ചെയ്യും. ഈ ലാംഡ ഈസ് ഈക്വൽ ടു E0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ Hartree Fock energy. ഇനി the MP2 calculation typically recovers 80 to 90% of the correlation energy. MP2 കാൽക്കുലേഷൻ അപ്പോൾ എവിടെ വരും? ഇവിടം കൊണ്ട് അങ്ങ് കട്ട് ചെയ്യും. രണ്ടാമത്തെ ടേമിൻ്റെ അപ്പുറത്തേക്ക് കട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ ഇവിടം കൊണ്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന MP2 കാൽക്കുലേഷൻ. അത് ഓൾമോസ്റ്റ് നമുക്കൊരു ഒരു 80 to 90% കോറിലേഷൻ എനർജിയും അതിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ MP2 കാൽക്കുലേഷൻ മീൻസ് നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് സഫീഷ്യൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഓൾമോസ്റ്റ് 90% ഓഫ് കോറിലേഷൻ എനർജി. Then second order molar percent perturbation theory is one of the simplest and most useful level of theory beyond Hartree-Fock approximation. അതായത് നമ്മൾ MP2 മെത്തേഡാണ് നമ്മൾ യൂഷ്വലി എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 90%, 80 to 90% കോറിലേഷൻ എനർജി അത് അക്കൗണ്ട് ചെയ്യും. മാത്രമല്ല താരതമ്യ ടൈമും കുറവാണ്. ഈ MP3, MP4, MP5 പറഞ്ഞ് പോകുന്ന സമയത്ത് അത് കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. ഇവിടെ സെക്കൻഡ് കഴിഞ്ഞ് തേർഡ് ഉണ്ട്, MP3 ലെവലുണ്ട്. ഫോർത്ത് ഉണ്ട്, MP4 ഉണ്ട്. ഓർഡർ മോളർ പ്രോഫിറ്റ് കാൽക്കുലേഷൻസ് ആർ സ്റ്റാൻഡേർഡ് ലെവൽസ് യൂസ്ഡ് ഇൻ കാൽക്കുലേറ്റിംഗ് സ്മോൾ സിസ്റ്റംസ് ആൻഡ് ആർ ഇംപ്ലിമെന്റഡ് ഇൻ മെനി കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി കോഡ്സ്. ഞാൻ MP2ൻ്റെ കാര്യം എടുത്ത് പറയാൻ കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് പ്രാക്ടിക്കലിൻ്റെ സമയത്ത് കോറിലേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് HF മോളിക്യൂളിൻ്റെ. അപ്പോൾ HF മോളിക്യൂളിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ സിമ്പിൾ Hartree-Fock മെത്തേഡിലും ആദ്യം എനർജി കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന MP2 കാൽക്കുലേഷൻ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് നമ്മൾ എടുക്കുക ചെയ്യുന്നത്. സോ നമ്മളവിടെ MP2 ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാക്ടിക്കലിലെ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദ കോറിലേഷൻ എനർജി ഓഫ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് അറ്റ് MP2 ലെവൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. MP3, MP4 നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനില്ല. അത് വലിയ സിസ്റ്റംസ് അത് ഉപയോഗിക്കാറുണ്ട്, ബട്ട് MP2 ആണ് നമ്മൾ കോമൺലി ഉപയോഗിക്കാറ്. ഇനി ഹയർ ലെവൽ കാൽക്കുലേഷൻസ്, MP5 പോലെയുള്ള കാൽക്കുലേഷൻസ് അത് ചില പ്രോഗ്രാംസിലൊക്കെ പോസിബിൾ ആയിരിക്കും. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് താരതമ്യേന എക്സ്പെൻസീവ് ആണ്, കമ്പ്യൂട്ടിംഗ് ടൈം കൂടുതലാണ്. പിന്നെ MP2-ൽ തന്നെ ഓൾമോസ്റ്റ് 80 to 90% കോറിലേഷൻ എനർജി കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോലുള്ള ചെറിയ ആവശ്യക്കാർക്കൊന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതൊക്കെ അഡ്വാൻസ്ഡ് യൂസിനാണ് ആവശ്യം വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞത് മോളർ പ്ലസന്റ് തിയറിയാണ്. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ഈ പോസ്റ്റ് Hartree-Fock മെത്തേഡ്സിൽ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എന്തുകൊണ്ടാണ് പോസ്റ്റ് Hartree-Fock മെത്തേഡ് വന്നതെന്ന് പഠിച്ചു, ഇലക്ട്രോണിക് കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു, MP തിയറി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് CI, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ. Configuration interaction methods are one of the conceptually simplest methods for solving many-body Hamiltonian. The basis of CI methods is the simple observation that an exact many-body wave function may be written as a linear combination of Slater determinants, dk. ഇതാണ് അതിൻ്റെ ബേസിക്. അതായത് ഒരു എക്സാക്ട് മെനി ബോഡി വേവ് ഫംഗ്ഷനെ നമുക്കൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്ലേറ്റർ ഡിറ്റർമിനൻസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതൊരു ഇക്വേഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ psi can be represented as summation k equal to 0 to infinity ck dk, where ck is the variational coefficient. കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വേരിയേഷൻ കാൽക്കുലേഷൻ ആണ്. അപ്പോൾ വേരിയേഷൻ മെത്തേഡ് പഠിച്ച സമയത്ത് തന്നെ നിങ്ങളത് മിക്കവാറും പഠിച്ചു കാണും. അവിടെ ഒരു വേരിയേഷൻ കോഎഫിഷ്യന്റിന്റെ യൂസേജ് വരുന്നുണ്ട്. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു വേരിയേഷൻ കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ അതുപോലൊരു കോഎഫിഷ്യന്റ് എന്ത് വേണം, ഇവിടെയും വേണം. ആ ഒരു കോഎഫിഷ്യന്റ് ആണ് CK എന്ന് പറയുന്നത്. In this method, one includes excite state occupancies in these additional determinants. അതായത് നമ്മളിവിടെ ഈ പറയുന്ന കോൺഫിഗറേഷൻ ഇൻട്രാക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന എക്സൈറ്റഡ് സ്റ്റേറ്റുകളെ കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ Hartree-Fock-ൽ അത് കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ ഞാൻ കുറച്ചു മുമ്പ് സ്റ്റാറ്റിക് കോറിലേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. Hartree-Fock മെത്തേഡിൽ നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ഒരു സ്ലേറ്റർ ഡിറ്റർമിനന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഓർബിറ്റിനെ ആറ്റോമിക് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്ലേറ്റർ ഡിറ്റർമിനൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു വേവ് ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഒരു ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിറ്റർമിനൻസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത മോളിക്യൂളിൽ ലോ ലൈയിങ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെന്ന് വിചാരിക്കുക. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിൽ എനർജി ഗ്യാപ്പ് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് എക്സൈറ്റേഷൻസ് നടന്നേക്കാം. അങ്ങനെയുള്ള എക്സൈറ്റേഷൻസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സൈറ്റേഷൻസ് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വി ഷുഡ് യൂസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് ഡിറ്റർമിനൻസ്. അപ്പോൾ അങ്ങനത്തെ മോളിക്യൂൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ സിസ്റ്റംസ് നമുക്ക് കിട്ടിയാൽ അവിടെ ഈ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എനർജി കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാർട്രി-ഫോക്ക് മെത്തേഡിൽ അവിടെ ഈ പറഞ്ഞ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഈ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ്റെ അഡ്വാൻറ്റേജ്. Then configuration simply describes the linear combination of state determinants used for the wave function. In terms of specification of orbital occupancies, for instance 1s2, 2s2, 2p1, etc., interactions means the mixing of different electronic configuration. അതായത് പല ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ മിക്സിങ്ങിനെയാണ് നമ്മളിവിടെ ഈ പറയുന്ന ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. And due to long CPU time and large memory required for CI calculations, the method is limited to relatively small systems. അത് ഈ പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതായത് നമുക്ക് CPU ടൈമിംഗ് നമുക്ക് വളരെ കൂടുതൽ വേണ്ടി വരും ഇതുപോലുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകുന്ന സമയത്ത് പല ടൈപ്പ് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻസ് പഠിക്കാനുണ്ട്, അതേപോലെ കപ്പിൾ ക്ലസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് മോഡൽ കെമിസ്ട്രി എന്നുള്ള ഒരു ഡയഗ്രാം കൂടെ പഠിക്കാനുണ്ട്. അന്നേരം നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ലോങ് CPU ടൈം ആൻഡ് ലാർജ് മെമ്മറി റിക്വയർഡ്, അതുകൊണ്ട് നമ്മൾ CI കാൽക്കുലേഷൻസ് നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. See, the scientific problem in adapting the CI method into a practical one is to obtain the best wave function. അതിൻ്റെ കാരണം ഈ പറയുന്ന CI മെത്തേഡ് എന്ന് പറയുമ്പോൾ അതൊരു വേരിയേഷൻ മെത്തേഡാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു വേവ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. കാരണം വേരിയേഷൻ മെത്തേഡിൽ നമ്മൾ ട്രയൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേവ് ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ലോവസ്റ്റ് CI എനർജി വിത്തിൻ ദ ഷോർട്ടസ്റ്റ് എക്സ്പാൻഷൻ ലെങ്ത്. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് CI മെത്തേഡിന് പല ലെവലുണ്ട്. ഇപ്പോൾ CIS അല്ലെങ്കിൽ CISD അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. CIS എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ, അതായത് സിംഗിൾ എക്സൈറ്റേഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നത്. ദെൻ CISD ഉണ്ട്, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ആൻഡ് ഡബിൾ, അതായത് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ ആണ് സിംഗിൾ എക്സൈറ്റേഷനും ഡബിൾ എക്സൈറ്റേഷനും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ സിംഗിൾ ഡബിൾ ട്രിപ്പിൾ എന്ന് പറഞ്ഞ കൂടി പോകുന്ന സമയത്തുള്ളൊരു കുഴപ്പം നമ്മുടെ ഈ എക്സ്പാൻഷൻ ലെങ്ത് കൂടി വരും. CPU-ൻ്റെ പ്രോസസ്സിംഗ് ടൈം കൂടി വരും, നമുക്ക് ആവശ്യമുള്ള മെമ്മറി കൂടി വരും, പ്രോഗ്രാമിൻ്റെ കോസ്റ്റും കൂടി വരും. ആ സ്ഥാനത്ത് നമുക്ക് ഈ പറയുന്ന ലോവസ്റ്റ് CI എനർജി കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ്റെ ലോവസ്റ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടേബിൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയേ പറ്റുള്ളൂ. കാരണം സിംഗിൾ ഡബിൾ ട്രിപ്പിൾ എക്സൈറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് എനർജി കിട്ടുള്ളൂ. അപ്പോൾ ഈ CI മെത്തേഡ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഇതാണ്. നമ്മൾ ഈ CI മെത്തേഡിൽ നമുക്കൊരു വേവ് ഫംഗ്ഷൻ, നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് CI എനർജി, നമുക്ക് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷനിൽ നമുക്ക് എനർജി ഏറ്റവും മിനിമം കോറിലേഷൻ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എക്സ്പാൻഷൻ്റെ ലെങ്ത്തും താരതമ്യേന കുറവായിരിക്കണം. See, typical approach would be to truncate the expansion after only double or quadruple excitations from the reference determinant. അതായത് ഞാൻ പറഞ്ഞ പോലെ സിംഗിൾ ഡബിൾ ട്രിപ്പിൾ ക്വാഡ്രപ്പിൾ മീൻസ് 4 എക്സൈറ്റേഷൻ, അങ്ങനെ 5 6 7 8 അങ്ങനെ കയറിയൊക്കെ പോവാം. അപ്പോൾ നമ്മൾ ഈ മുമ്പോട്ട് പോകും തോറും നമ്മൾ അതിനെ ഫുൾ CI എന്ന് പറയും. അതായത് ഫുൾ CI എല്ലാ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻസും കൺസിഡർ ചെയ്ത് പോകുന്നതിനെ. പക്ഷേ അതൊക്കെ പോകുന്ന സമയത്തുള്ളൊരു കുഴപ്പം ഈ പറഞ്ഞ എക്സ്പാൻഷൻ ലെങ്ത് കൂടി വരും, ടൈമും കോസ്റ്റും എല്ലാം കൂടി വരും. പക്ഷേ നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ട്രങ്കേറ്റ് ദ എക്സ്പാൻഷൻ, അതായത് നമ്മൾ എക്സ്പാൻഷൻ കട്ട് ചെയ്യും ആഫ്റ്റർ ഡബിൾ ഓർ ക്വാഡ്രപ്പിൾ, മോസ്റ്റ്ലി ഈ പറയുന്ന ഡബിൾ എക്സൈറ്റേഷൻ ആകുമ്പോൾ തന്നെ, അതായത് നമ്മളതിനെ CISD എന്ന് പറയും, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ഡബിൾ. സിംഗിളും ഡബിളും എക്സൈറ്റേഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള എക്സൈറ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്ട് അങ്ങ് വിട്ട് കളയും. അതാണ് നമ്മൾ സാധാരണഗതി ചെയ്യാറ്. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ചോദ്യം വരും, ഈ പറയുന്ന വല്ലാത്ത രീതിയിൽ ഈ പറയുന്ന പ്രോഗ്രാം വലുതായി കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് പോയാലൊരു കുഴപ്പം, ആക്യുറസി കൂടുമെന്ന് പറഞ്ഞാലും ടൈമും കോസ്റ്റും എല്ലാം കൂടുതൽ വരും. As the size of the system increases, the proportion of the electronic correlation energy contained within a fixed reference space decreases. അതും ഈ പറയുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. അതായത് സിസ്റ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്തോറും, നമ്മൾ എടുക്കുന്ന സിസ്റ്റം വലിയൊരു മൾട്ടി ഇലക്ട്രോണിക് സിസ്റ്റം, അത് എത്രത്തോളം ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ സൈസ് കൂടി വരുന്നു, അത്രത്തോളം ഈ പറയുന്ന ഇലക്ട്രോണിക് കോറിലേഷൻ കണ്ടെയ്ൻഡ് വിത്തിൻ എ ഫിക്സ്ഡ് റെഫറൻസ് സ്പേസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടാകുമല്ലോ എക്സൈറ്റേഷൻ നടക്കുന്നതിന്. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും ആ ഒരു ഗിവൺ സ്പേസിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ താരതമ്യേന കുറഞ്ഞു വരും.
The lack of size extensivity result in a non-cancellation of errors when system of different sizes are compared, resulting in difficulties when interactions or bonding energies are required. ഇതൊക്കെ ഈ പറഞ്ഞ CI interactionsന്റെ problems ആണ്. A method is size consistent if it yield m times the energy of a single monomer when applied to m non-interacting monomers. സൈസ് കൺസിസ്റ്റൻസി സിസ്റ്റത്തിന്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സൈസ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോബ്ലം CI മെത്തേഡ്സിന് കുറവാണ്. അത് അതിന്റെ ഒരു പ്രോബ്ലം വരുന്നത് വ്യത്യസ്ത സൈസിലുള്ള സിസ്റ്റംസിനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ പ്രോബ്ലം വരിക. Hartree-Fock and full CI theories are size consistent, but truncated CI approaches are not. അപ്പോൾ ഈ പ്രശ്നം എവിടെയാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫുൾ CI ഇൻട്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സിലേക്ക് നമുക്ക് പോകാം. പക്ഷെ അങ്ങനെ പോകുമ്പോഴൊരു കുഴപ്പം നമുക്ക് ടൈമും മെമ്മറിയും കോസ്റ്റും എല്ലാം കൂടുതലായിരിക്കും. അത് കൂടുതൽ വേണ്ടി വരും. ട്രങ്കേറ്റഡ് CI ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡബിൾ അല്ലെങ്കിൽ ക്വാർട്ടർബിൾ വരെ മാക്സിമം പോയാൽ മതി. അവിടെയുള്ള എക്സൈറ്റേഷൻസിന് നമുക്ക് എന്ത് ചെയ്യാം? ട്രങ്കേറ്റ് ചെയ്യാം. അതിൽ ഫെർദർ ഉള്ള എക്സൈറ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനത്തെ സിസ്റ്റംസ് സൈസ് കൺസിസ്റ്റന്റ് അല്ല. അവർ സൈസ് കൺസിസ്റ്റന്റ് അല്ലാത്തതുകൊണ്ട് തന്നെ അവർ പല ടൈപ്പിലുള്ള സിസ്റ്റംസ് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ പറയുന്ന എനർജിയിൽ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഇറർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ട്രങ്കേറ്റഡ് CI മെത്തേഡ്സ് ആൻഡ് ദ ടൈപ്പ് ഓഫ് എക്സൈറ്റേഷൻസ് നമുക്ക് നോക്കാം. ഇവിടെ രണ്ടെണ്ണം ഞാൻ പറഞ്ഞതാണ്. CIS-ഉം CIFD ഞാൻ നേരത്തെ പറഞ്ഞതാണ്. CIS മീൻസ് ആഡ്സ് ഓൺലി സിംഗിൾ എക്സൈറ്റേഷൻ, CID ആഡ്സ് ഓൺലി ഡബിൾ എക്സൈറ്റേഷൻ, CIFD വരുന്ന സമയത്ത് ആഡ് സിംഗിൾ ആൻഡ് ഡബിൾ എക്സൈറ്റേഷൻസ്, CISDT വരുന്ന സമയത്ത് ആഡ് സിംഗിൾ ഡബിൾ ആൻഡ് ട്രിപ്പിൾ എക്സൈറ്റേഷൻസ്. അപ്പോൾ ഈ പറയുന്നത് ഓരോന്നും ഓരോ മെത്തേഡ്സ് ആണ്. നമ്മൾ പലപ്പോഴും ഈ പറയുന്ന CISD ആവുന്ന സമയത്ത് തന്നെ ട്രങ്കേറ്റ് ചെയ്യാറൊക്കെയാണ് പതിവ്. അടുത്തത് കപ്പിൾഡ് ക്ലസ്റ്റേഴ്സ്. ഇത് മറ്റൊരു മെത്തേഡാണ്, കപ്പിൾഡ് ക്ലസ്റ്റേഴ്സ്. നമുക്ക് ഈ പറഞ്ഞ അപ്രോക്സിമേഷൻ നമുക്ക് ഈ പോസ്റ്റ് ഹാർട്രി-ഫോക്ക് മെത്തേഡാണ്. കപ്പിൾഡ് ക്ലസ്റ്റേഴ്സ് അസ്യൂം ദാറ്റ് ഇലക്ട്രോൺസ് ഇന്ററാക്ട് ഇൻ പെയർസ്. ഞാൻ ഈ കപ്പിൾഡ് ക്ലസ്റ്റേഴ്സിനെ CI ആയിട്ട് കമ്പയർ ചെയ്താണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്, നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. CC uses a more complicated exponential excitation operator. CI used a linear operator. ഞാൻ നേരത്തെ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സ്ലേറ്റർ ഡിറ്റർമിനൻസിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. CI അതായത് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ യൂസ് ചെയ്തിരുന്നത് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നെങ്കിൽ CC അതായത് കപ്പിൾഡ് ക്ലസ്റ്റേഴ്സ് ഇവിടെ ഉപയോഗിക്കുന്നത് എക്സ്പൊണൻഷ്യൽ എക്സൈറ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. Therefore CC result in a product of excitations. നമുക്കിനി ഒന്ന് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ്റെ ഇക്വേഷൻ നോക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻസിൻ്റെ ഇക്വേഷൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ആ സ്ഥാനത്ത് നമുക്ക് ഈ പറയുന്ന കപ്പിൾഡ് ക്ലസ്റ്റേഴ്സിൻ്റെ നമുക്ക് എഴുതുമ്പോൾ എക്സ്പൊണൻഷ്യൽ ടേം ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ജസ്റ്റ് 1 + C1 P2 + C3 എഴുതി പോയപ്പോൾ ഇവിടെ നമ്മൾ T1 + T2 ആണെങ്കിൽ എക്സ്പൊണൻഷ്യൽ ആണ്. വേർ C ആൻഡ് T ആർ എക്സൈറ്റേഷൻ ഓപ്പറേറ്റേഴ്സ് റെസ്പെക്റ്റീവ്ലി. അതായത് C എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 P2 C3 എക്സെട്ര ആർ എക്സൈറ്റേഷൻ ഓപ്പറേറ്റേഴ്സ് ഓഫ് ദ configuration interaction wave function, whereas T1, T2, T3 etc. are excitation operators of coupled clusters. Then ഇവിടെ coupled clusters single and double is preferred in nearly all cases because of size consistency. അപ്പോൾ ഈ CCSD എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യണം. കപ്പിൾഡ് ക്ലസ്റ്റർ സിംഗിൾ ഡബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ഡബിളും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ഡബിളിൻ്റെ മുകളിൽ ഈ പറയുന്ന കപ്പിൾഡ് ക്ലസ്റ്റർ സിംഗിൾ ഡബിളിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ഡബിൾ നമ്മൾ എടുക്കുമ്പോൾ ഇറ്റ് ഓൺലി അക്കൗണ്ട്സ് കോറിലേഷൻ എനർജി ഫോർ അപ് ടു ദ ഡബിൾ എക്സൈറ്റേഷൻസ് ആൻഡ് നോട്ട് അറ്റ് ഓൾ ഫോർ ഹയർ എക്സൈറ്റേഷൻസ്. Whereas CCSD accounts for correlations up to double excitation and then approximates higher excitations as combinations of the single and double excitations it has already calculated. ആ ഒരു വ്യത്യാസം അത് വലിയൊരു വ്യത്യാസമാണ്. ഈ പറയുന്ന കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ സിംഗിൾ ഡബിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തേ ചെയ്യുന്നുള്ളൂ? സിംഗിൾ എക്സൈറ്റേഷനെയും ഡബിൾ എക്സൈറ്റേഷനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിൻ്റെ മുകളിലേക്കുള്ള എക്സൈറ്റേഷൻസ് ഒന്നും പുള്ളി കൺസിഡർ ചെയ്യില്ല. ആ സ്ഥലത്ത് കപ്പിൾഡ് ക്ലസ്റ്റേഴ്സ് സിംഗിൾ ആൻഡ് ഡബിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിംഗിൾ എക്സൈറ്റേഷൻ്റെയും ഡബിൾ എക്സൈറ്റേഷനെയും കൺസിഡർ ചെയ്യും. പ്ലസ് അത് കൂടാതെ അതിൻ്റെ മുകളിലേക്കുള്ള എക്സൈറ്റേഷൻസ് ട്രിപ്പിൾ ക്വാർട്ടർപ്പിൾ ഇവരുടെ എല്ലാം എക്സൈറ്റേഷൻസിനെ ഈ സിംഗിൾ ആൻഡ് ഡബിൾ എക്സൈറ്റേഷൻസിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യും. അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. സോ ദർ ഈസ് ഓൾവേസ് എൻ അഡീഷണൽ കാൽക്കുലേഷൻ. അതുകൊണ്ട് തന്നെ CISD-യേക്കാളും കുറച്ചുകൂടി ആക്യുറസി ആർക്കായിരിക്കും? CCSD-ക്കായിരിക്കും. This gives much more accurate number of pretty much all systems and provide for size consistency. ഈ സൈസ് കൺസിസ്റ്റൻസി ആയിരുന്നു നമ്മുടെ ഈ പറഞ്ഞ ട്രങ്കേറ്റഡ് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ മെത്തേഡ്സിന്റെ പ്രോബ്ലം.
ട്രങ്കേറ്റഡ് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇവിടെ ഒരു എക്സാമ്പിൾ CIFD ഇവിടെ കിടപ്പുണ്ട്. അതായത് നമുക്ക് രണ്ടെണ്ണമാണ് വരുന്നത്. ഒന്ന് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഫുൾ CI, ഫുൾ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ. അവിടെ CIFD ഒന്നും പറയാൻ പറ്റില്ല, അവിടെ എല്ലാ എക്സൈറ്റേഷനും കൺസിഡർ ചെയ്യും. രണ്ടാമത് ട്രങ്കേറ്റഡ് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, ഒന്നുകിൽ CIS ആയിരിക്കും, അല്ലെങ്കിൽ CID ആയിരിക്കും, അല്ലെങ്കിൽ CIFD ആയിരിക്കും. അങ്ങനെ കുറെ നമ്മൾ എവിടെ കൊണ്ടാണ് നിർത്തുന്നത് അവിടെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് നമ്മൾ നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രങ്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നേരത്തെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു, ട്രങ്കേറ്റ് ചെയ്ത് നിർത്തുന്ന ആ ഫങ്ഷൻസ് ഏതാണോ ഇവിടെ ഫുൾ CI തിയറീസ് ആർ സൈസ് കൺസിസ്റ്റന്റ് ബട്ട് ട്രങ്കേറ്റഡ് CI അപ്രോച്ചസ് ആർ നോട്ട്. ട്രങ്കേറ്റഡ് CI അപ്രോച്ചസ് സൈസ് കൺസിസ്റ്റന്റ് അല്ല. ഹാർട്രി ഫോക്കും അതേപോലെ ഫുൾ CIയും സൈസ് കൺസിസ്റ്റന്റ് ആണ്. സൈസ് കൺസിസ്റ്റന്റ് അല്ലാത്ത പ്രോഗ്രാംസ് നമ്മൾ എടുത്താലൊരു കുഴപ്പം, മെത്തേഡ്സ് നമ്മൾ എടുത്താലൊരു കുഴപ്പം, വ്യത്യസ്ത സൈസിലുള്ള സിസ്റ്റംസ് കൺസിഡർ ചെയ്യുമ്പോൾ എറർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഈ പറയുന്ന CCFDയുടെ കേസിലേക്ക് വരുമ്പോൾ, കപ്പിൾഡ് ക്ലസ്റ്റേഴ്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ സിംഗിൾ ഡബിൾ എക്സൈറ്റേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ട്രിപ്പിളും ക്വാഡ്രിപ്പിളും അതിന് മുകളിലേക്ക് പോകുന്ന എക്സൈറ്റേഷൻസിനെ എല്ലാം ഈ സിംഗിളിന്റെയും ഡബിളിന്റെയും തന്നെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് CCFD പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഈസ് സൈസ് കൺസിസ്റ്റന്റ്. ഇനി ഇത് മോഡൽ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കാര്യമാണ്. പോപ്പിൾ ബേസിസ് സെറ്റുകൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ ഒരു ചെറിയൊരു അവലോകനമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ താഴേക്ക് ഞാൻ കൊടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബേസിസ് സെറ്റുകളാണ്. ഇവിടെ നമ്മൾ മിനിമൽ ബേസിസ് സെറ്റ് ഉണ്ട്, FTO 3G എന്ന് പറയുന്നത് പോലെയുള്ള മിനിമൽ ബേസിസ് സെറ്റ്, ഏറ്റവും മിനിമം ഫംഗ്ഷൻസ് മാത്രം ഉപയോഗിക്കുന്നത്. ദെൻ സ്പ്ലിറ്റ് വാലൻസ്, നമുക്കറിയാം കോർ ഇലക്ട്രോൺസിന് ഒരു സെറ്റ് ഓഫ് ഗോസിയൻ ഫംഗ്ഷൻസ് കൊടുക്കുന്നു, വാലൻസിന് വേറെ സെറ്റ് ഓഫ് ഗോസിയൻ ഫംഗ്ഷൻസ് കൊടുക്കുന്നു. അതാണ് നമ്മുടെ സ്പ്ലിറ്റ് വാലൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡബിൾ ഫീറ്റയും ട്രിപ്പിൾ ഫീറ്റയും എല്ലാം വരും കേട്ടോ. ഇപ്പം 631G എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് വാലൻസ് ഡബിൾ ഫീറ്റ ആണ്. 6311G എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് വാലൻസ് ട്രിപ്പിൾ ഫീറ്റ ആണ്. ഡബിൾ ഫീറ്റേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ട്രിപ്പിൾ ഫീറ്റ എന്തുകൊണ്ടും. അപ്പോൾ നമുക്ക് മിനിമൽ ബേസിസ് സെറ്റ്, സ്പ്ലിറ്റ് വാലൻസ്, ദെൻ പോളറൈസ്ഡ് ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു, ഡിഫ്യൂസ് ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ നമ്മൾ പോളറൈസ് ഫംഗ്ഷൻ മാത്രം ആഡ് ചെയ്തു, ഇവിടെ ഡിഫ്യൂസ് മാത്രം ആഡ് ചെയ്തു. പോളറൈസേഷൻ ഇല്ല, ഡിഫ്യൂസ് മാത്രം ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, പോളറൈസും ഡിഫ്യൂസും കൂടി ഒരുമിച്ച് ആഡ് ചെയ്തു. മിനിമൽ, അത് കഴിഞ്ഞ് സ്പ്ലിറ്റ് വാലൻസ്, ദെൻ അത് കഴിഞ്ഞ് സ്പ്ലിറ്റ് വാലൻസ് പോളറൈസ്ഡ്. ഇത് സ്പ്ലിറ്റ് വാലൻസ് ഡിഫ്യൂസ് ആണ്, പോളറൈസ്ഡ് ഇല്ല. ഇത് സ്പ്ലിറ്റ് വാലൻസ് പോളറൈസ് പ്ലസ് ഡിഫ്യൂസ് ആണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഫംഗ്ഷൻ കൂട്ടി നമ്മൾ ഇൻഫിനിറ്റ്ലി സ്ട്രോങ് ആയിട്ട് ഒരു ബേസിസ് സെറ്റ് കൺസിഡർ ചെയ്യുന്നു. അതായത് ഒരുപാട് ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട്, ഒരുപാട് ഗോസിയൻ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു ബേസിസ് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് പോകുന്ന സമയത്ത്, ടോപ്പിൽ നമ്മൾ റൈറ്റിലേക്ക് പോകുന്ന സമയത്ത്, എലോങ് ദ ഗ്രൂപ്പ് പോകുന്ന സമയത്ത് ബേസിസ് സെറ്റ് ആണ്. എലോങ് ദ പീരിയഡ്, നമ്മുടെ കെമിസ്ട്രിക്കാരായിട്ട് പീരിയോഡ് ടേബിൾ വെച്ച് പറയാം. എലോങ് ദ പീരിയഡ് നമ്മൾ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ ഹാർട്രി ഫോക്ക് മെത്തേഡാണ്. അത് കഴിഞ്ഞാൽ MP2 കോറിലേഷൻ, അത് കഴിഞ്ഞ് MP3 കോറിലേഷൻ. MP2 MP3 എന്ന് ഞാൻ പറഞ്ഞു. MP3 കോറിലേഷൻ വരുന്ന സമയത്ത് എന്തായിരിക്കും, കുറച്ചുകൂടി നമുക്ക് ആക്യുറസി കൂടും MP2-നേക്കാളും. ഹാർട്രി ഫോക്കും MP1-ഉം ഈക്വൽ ആണ്. അതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് MP2-ന് ആക്യുറസി കൂടുതലായിരിക്കും. അതിനേക്കാളും കൂടുതലായിരിക്കും MP3-ക്ക്. ഓൾമോസ്റ്റ് 90% കോറിലേഷൻസ് ഇവിടെ കൺസിഡർ ചെയ്യും കേട്ടോ. എന്നാലും ബാക്കി MP3 കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ വേറൊരു മെയിൻ കാര്യം നമുക്കറിയായിരിക്കും, MP3-യും MP2-ഉം എല്ലാം തന്നെ പെർട്ടർബേഷൻ മെത്തേഡ്സ് ആണ്. പെർട്ടർബേഷൻ മെത്തേഡ്സിൽ ചെറിയ പെർട്ടർബേഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ മാത്രമേ വലിയ കാര്യമുള്ളൂ. നമ്മളത് കഴിഞ്ഞ് കോൺഫിഗറേഷൻ ഇൻട്രാക്ഷനിലേക്ക് വരുന്നു, വേരിയേഷൻ മെത്തേഡാണ്. MP3-യേക്കാളും ആക്യുറസി കുറച്ചുകൂടി കൂടുതലായിരിക്കും CISD വരുന്ന സമയത്ത്. ഇത് നമുക്ക് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. CIS നമുക്ക് എടുക്കാം, അതിനേക്കാളും ആക്യുറസി കൂടുതലായിരിക്കും CIFDക്ക്, കാരണം അത് കുറച്ചുകൂടി വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിനേക്കാളും വെൽ ഡിഫൈൻഡ് ആണ് CCSD, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് രണ്ടും ട്രങ്കേറ്റഡ് ആണെങ്കിലും ഇത് ട്രങ്കേറ്റഡ് ആണ്, കാരണം ഇത് സിംഗിളും ഡബിളും എക്സൈറ്റേഷൻ മാത്രമേ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ കൺസിഡർ ചെയ്യുള്ളൂ. ഇത് കപ്പിൾഡ് ക്ലസ്റ്റർ ആണ്, സിംഗിളും ഡബിളും കൺസിഡർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പിളും ക്വാഡ്രിപ്പിളും പോലുള്ളത് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ട്രങ്കേറ്റഡ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇത് CCSD കപ്പിൾഡ് ക്ലസ്റ്റർ CIFD-യേക്കാളും കുറച്ചുകൂടി ആക്യുറേറ്റ് ആണ്. അങ്ങനെ പോയി ലാസ്റ്റ് ഇവിടെ ഫുൾ CI മെത്തേഡ്. ഫുൾ CI മെത്തേഡ് ഇവരെക്കാളും വലിയ ആക്യുറേറ്റ് ആണ്, കാരണം അത് ട്രങ്കേറ്റഡ് അല്ല, അത് സൈസ് കൺസിസ്റ്റന്റ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സിംഗിളിന്റെയും ഡബിളിന്റെയും മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. എക്സൈറ്റേഷന്റെ കോറിലേഷൻ വെച്ച് സിംഗിളിന്റെയും ഡബിളിന്റെയും മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം എന്താ ചെയ്യുന്നത്, സിംഗിളിന്റെയും ഡബിളിന്റെയും തന്നെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ വെച്ച് അങ്ങ് അസ്യൂം ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എല്ലാം ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് വെൽ ഡിഫൈൻഡ് ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ലെഫ്റ്റ് കോർണർ, ലെഫ്റ്റ് ഗ്രൂപ്പിലെ ഏറ്റവും താഴെയും അതേപോലെ പീരിയഡിലെ റൈറ്റിലെ ഏറ്റവും മുകളിലും കാണുന്ന ആൾക്കാർ, ദിസ് ഇസ് എൻ ഇൻഫിനിറ്റ് ബേസിസ് സെറ്റ്. അതായത് എന്തുകൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ബേസിസ് സെറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ഫുൾ CI, അതായത് എന്തുകൊണ്ടും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻ ആണ്. അപ്പോൾ ഈ രണ്ട് പേരുടെയും കേസിൽ നമുക്ക് നോക്കുക, ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
മിനിമൽ ബേസിസ് സെറ്റ് ഹാർട്രി ഫോക്ക് മെത്തേഡ് വെച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റം എടുക്കുന്നു, ആ സിസ്റ്റത്തിൽ നമ്മൾ ബേസിസ് സെറ്റ് മിനിമം ബേസിസ് സെറ്റ് കൊടുത്തു, ഹാർട്രി ഫോക്ക് മെത്തേഡ് കൊടുത്തു, ആക്യുറസി വളരെ കുറവായിരിക്കും. കാരണം ബേസിസ് സെറ്റ് മിനിമം ആണ്, ഹാർട്രി ഫോക്ക് കോറിലേഷൻ കൺസിഡർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആക്യുറസി വളരെ കുറവായിരിക്കും. ആ സ്ഥാനത്ത് മിനിമൽ ബേസിസ് സെറ്റിന് നമ്മൾ MP2 കോറിലേഷൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ആക്യുറസി കിട്ടും. MP3 കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കിട്ടും. പിന്നെ ഇങ്ങനെ CAFD CCFD എന്ന് പറയുമ്പോൾ ഗ്രാജുവലി കൂടി വരണം. പക്ഷെ ലാസ്റ്റ് ഈ പറഞ്ഞ ഫുൾ CI വരുമ്പോഴേക്കും അത് അൺബാലൻസ്ഡ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫുൾ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമൽ ബേസിസ് സെറ്റ് പോരാ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിനിമൽ ബേസിസ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫുൾ CI കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. താഴേക്ക് പോവുക, സ്പ്ലിറ്റ് ബാലൻസ് ബേസിസ് സെറ്റ് നമ്മൾ ഉപയോഗിച്ചു, ഹാർട്രി ഫോക്ക് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിനേക്കാളും ഈ പറയുന്ന കോളത്തെക്കാളും കുറച്ചുകൂടി ആക്യുറസി കൂടുതലായിരിക്കും ഇവിടെ, അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിരിക്കും ഇവിടെ, അതിനേക്കാളും കൂടുതലായിരിക്കും ഇവിടെ. അതേപോലെ താഴേക്ക് പോകുമ്പോഴും ആക്യുറസി കൂടി വരും. പക്ഷേ ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഇങ്ങോട്ട് പോയ പ്രശ്നം ഇവിടെയുണ്ട്. നമ്മൾ ഇൻഫിനിറ്റ് ആയിട്ടൊരു ബേസിസ് സെറ്റ് എടുത്താൽ, അതായത് ഒരുപാട് വേവ് ഫംഗ്ഷൻസ് ഉള്ളൊരു ബേസിസ് സെറ്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ സാധാരണ ഹാർട്രി ഫോക്ക് മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അൺബാലൻസ്ഡ് ആയിട്ട് കിടക്കും. കാരണം അതിന് പ്രത്യേകിച്ച് ഒരു ബാലൻസ് ആവില്ല. കാരണം ഹാർട്രി ഫോക്ക് മെത്തേഡ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ആ സ്ഥാനത്ത് അത് കോറിലേഷൻ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ആ സ്ഥാനത്ത് ബേസിസ് സെറ്റ് ആണെങ്കിൽ ഉഷാർ സൂപ്പർ ബേസിസ് സെറ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇതും അൺബാലൻസ്ഡ് ആവും. ആ സ്ഥാനത്ത് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ പോയിന്റ് നോക്കുക, ഇൻഫിനിറ്റ് ബേസിസ് സെറ്റ് പ്ലസ് ഫുൾ കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ ദാറ്റ് ഗിവ്സ് ദ എക്സാക്ട് വാല്യൂ. തിയററ്റിക്കലി അത് എക്സാക്ട് വാല്യൂ തരും. കാരണം ബേസിസ് സെറ്റ് ഇൻഫിനിറ്റ് ആണ്, കോൺഫിഗറേഷൻ ഇൻട്രാക്ഷൻ കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ കാണുന്ന റെഡ് ലൈൻ സൂചിപ്പിക്കുന്ന എന്താ, ലോ ആക്യുറസിയിൽ നിന്ന് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് ആരാ വരുന്നത്, എക്സാക്ട് വാല്യൂ വരുന്നത്. ഗ്രീൻ ലൈൻസ് സൂചിപ്പിക്കുന്നത് ഈ റെഡ് ലൈനിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും, റെഡ് ലൈനിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഓപ്പോസിറ്റ് കോർണറിലേക്ക്, ഈ ലൈനിന്റെ ഓപ്പോസിറ്റ് ഡയഗണലിലേക്ക് പോകുന്ന ലൈനിൽ അൺബാലൻസ്ഡ് പോയിന്റ്സ് ആണ്. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബേസിസ് സെറ്റ് ഓക്കെയാണ്, ബട്ട് ഈ മെത്തേഡ് പുവറാണ്, ഹാർട്രി ഫോക്ക് മെത്തേഡ് പുവറാണ്. ഇവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫുൾ CI എല്ലാ ഇൻട്രാക്ഷൻസും കൺസിഡർ ചെയ്തിട്ടുണ്ട്, ബട്ട് ബേസിസ് സെറ്റ് മിനിമലാണ്, അതും അൺബാലൻസ്ഡ് ആണ്. ആൻഡ് മോറോവർ ഈ കാണുന്ന റെഡ് ലൈൻ കണ്ടില്ലേ, ഈ റെഡ് ലൈൻ പാസ് ചെയ്യുന്ന സ്ഥലത്താണ് മാക്സിമം ആക്യുറസി. അതായത് നമ്മളൊരു പോളറൈസ്ഡ് ബേസിസ് സെറ്റ് എടുത്ത് നമ്മൾ അതിന് MP2 കൊടുക്കുന്നതിനേക്കാൾ നമുക്ക് ആക്യുറസി കൂടുതലായിരിക്കും ആർക്ക്, MP3 കൊടുക്കുന്ന സമയത്ത്. CFD കൊടുക്കുന്ന സമയത്തുള്ള കുഴപ്പം അവിടുത്തെ ബാലൻസിൽ ചെറിയൊരു പ്രോബ്ലം വരും. കാരണം CFD എന്താ, ഈ ലൈൻ്റെ അപ്പുറത്തോട്ട് മാറി കിടക്കുന്നത്, ഇങ്ങോട്ട് പോകുന്നതോറും നമുക്കത് കുറച്ച് വാല്യൂ കുറഞ്ഞു വരും. ആ സ്ഥാനത്ത് പോളറൈസ് പ്ലസ് ഡിഫ്യൂസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ നല്ലത്, ഈ കാണുന്ന CIFD ആണ് നമുക്ക് നല്ലത്. CIFD മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് റഫ് എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ, CIFD എക്സാമ്പിൾ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഈ പറയുന്ന ഇതുവരെ നിങ്ങൾ പഠിച്ച ബേസിസ് സെറ്റും അപ്രോക്സിമേഷൻ മെത്തേഡ്സും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡയഗ്രാം. ഇനി ചെറിയൊരു കാര്യം, സെമി എംപിരിക്കൽ മെത്തേഡ്സ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. കാരണം ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഈ പറയുന്ന സെമി എംപിരിക്കലിനെയും അബിനീഷോയും മോളിക്കുലർ മെക്കാനിക്സിനെയും ഡെൻസിറ്റി ഫംഗ്ഷണൽ തിയറിയും എല്ലാം നമ്മൾ കമ്പയർ ചെയ്തിരുന്നു, മോളിക്കുലർ ഡൈനാമിക്സ് എല്ലാം കമ്പയർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ സെമി എംപിരിക്കൽ മെത്തേഡ്സിനെ പറ്റി. അപ്രോക്സിമേറ്റ് വേർഷൻ ഓഫ് ഹാർട്രി ഫോക്ക് മെത്തേഡ്സ് ആണ്. Some 2 electron and some 1 electron integrals are neglected to speed up the computation. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സെമി എംപിരിക്കൽ മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരുപാട് അപ്രോക്സിമേഷൻസ് ഉണ്ട്. നമ്മളൊരു മോളിക്യൂൾ കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് പല ഫാക്ടേഴ്സും, അതായത് ഇവിടെ പറയുന്നുണ്ട് ചില 2 ഇലക്ട്രോൺ ഫംഗ്ഷൻസും ചില സമയത്ത് 1 ഇലക്ട്രോൺ ഇൻ്റഗ്രൽസും, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കാണ്ട് എന്ത് ചെയ്യും, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് സിസ്റ്റം ഡിറ്റക്ട് ചെയ്യും. Empirical parameters are inserted to compensate the neglected integrals. അതായത് ഈ കമ്പ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഇൻ്റഗ്രൽസ് അങ്ങ് നെഗ്ലക്ട് ചെയ്യും. എന്നിട്ട് അതിന് പകരം എന്ത് ചെയ്യും, ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പാരാമീറ്റേഴ്സ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Only valence electrons considered. Core electrons are treated by adding special core functions. And only a minimum basis set is used. ആവശ്യമുള്ള സമയത്ത് എന്ന് വെച്ചാൽ FTO3G കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നല്ല പറഞ്ഞത്, ഏറ്റവും മിനിമം ബേസിസ് സെറ്റ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. നമുക്ക് ആവശ്യമുള്ള സിസ്റ്റം ഏതാണോ അതിന് ഉപയോഗിക്കാവുന്നതിലുള്ള മിനിമം ബേസിസ് സെറ്റ് ഉപയോഗിച്ച് ചെയ്യാറുള്ളൂ. All 3 and 4 center 2 electron integrals are neglected. For integrals that are used, some are computed exactly and others are computed using parameter from experiment. ചില കുറച്ച് ഇൻ്റഗ്രൽസ് മാത്രമേ ഇത് കമ്പ്യൂട്ട് ചെയ്യാറുള്ളൂ, ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓൾറെഡി അവൈലബിൾ പാരാമീറ്റേഴ്സ് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം വളരെ കുറവായിരിക്കും, വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സ്പീഡിൽ നമുക്ക് ടൈമും അതേപോലെ CPU പവറും CPUവിൻ്റെ മെമ്മറിയൊക്കെ നമുക്ക് താരതമ്യേന കുറവ് മതി. കാരണം ഇത് ബാക്കിയുള്ളത് പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു തരും. They perform well for systems where experimental data are available. അവിടെയാണ് ഈ പ്രശ്നം.
അതായത് നമ്മുടെ മോളിക്യൂളിന് ഈ പറയുന്ന ഓൾറെഡി ഒരു നോൺ മോളിക്യൂൾ ആണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റാസ് ഉള്ള മോളിക്യൂൾ ആണെന്നെങ്കിൽ സെമി എംപിരിക്കൽ മെത്തേഡ്സ് നല്ലതാണ്. കാരണം ഓൾറെഡി ഡാറ്റാസ് കുറേ അവൈലബിൾ ആണ്, നമുക്ക് വലിയ പ്രോബ്ലം ഒന്നും വരുന്നില്ല, നമുക്ക് എളുപ്പത്തിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് മോളിക്യൂളിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പെട്ടെന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ സ്ഥാനത്ത് നമുക്ക് വലിയ പരിചയമില്ലാത്ത വല്ല മോളിക്യൂളും കിട്ടിക്കഴിഞ്ഞാൽ, റിലേറ്റീവ്ലി അൺനോൺ സിസ്റ്റംസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന സിസ്റ്റം കുറച്ച് ഇൻ്റഗ്രൽസേ കമ്പ്യൂട്ട് ചെയ്യുള്ളൂ, ബാക്കിയുള്ളതിൽ എന്ത് ചെയ്യുന്നു, ഓൾറെഡി എക്സ്പെരിമെൻ്റലി അവൈലബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സിൽ നിന്നാണ് എടുത്ത് ഉപയോഗിക്കുന്നത്. ഈ പാരാമീറ്റേഴ്സിന് എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് ഈ പാരാമീറ്റേഴ്സുമായിട്ട് യോജിച്ച് പോകുന്നൊരു മോളിക്യൂൾ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരുന്നില്ല, അത് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് അങ്ങ് പൊക്കോളും. ആ സ്ഥാനത്ത് നമ്മുടെ മോളിക്യൂളിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഇവരുടെ ലൈബ്രറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു മോളിക്യൂൾ എടുത്തങ്ങ് ചെയ്യും. അപ്പോൾ ആ മോളിക്യൂളും നമ്മുടെ എടുത്ത മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് കൂടുന്തോറും നമ്മുടെ എററും കൂടി വരും. ഡിപ്പെൻഡബിൾ ദാൻ സം ഫോഴ്സ് ഫീൽഡ് മെത്തേഡ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്സ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ചില ഫോഴ്സ് ഫീൽഡ് മെത്തേഡുകളെക്കാളും കുറച്ചുകൂടി ഡിപ്പെൻഡബിൾ ആണ്, കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. അപ്പോൾ അത്രയാണ് നമ്മുടെ അബ് ഇനീഷ്യോ മെത്തേഡ്സ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നമ്മൾ അബ് ഇനീഷ്യോ മെത്തേഡ്സിന് ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അവിടെ റിവ്യൂ ഓഫ് ഹാർട്രി-ഫോക്ക് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു, ബേസിസ് സെറ്റുകളെ പറ്റി പഠിച്ചു, പോസ്റ്റ് ഹാർട്രി-ഫോക്കും പഠിച്ചു. ഇനിയിപ്പോൾ നമുക്ക് വരാൻ ബാക്കിയുള്ളത് നമുക്ക് ഈ ഡെൻസിറ്റി ഫങ്ഷണൽ തിയറിയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് എടുക്കാം. സെമി എംപിരിക്കൽ മെത്തേഡ്സിനെ പറ്റി ഞാൻ മുമ്പൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടി കൊടുത്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കുക. സോ താങ്ക് യു ഓൾ.